ഹായ് ഫ്രണ്ട്സ്, കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളാണ് കാണിക്കുന്നത്. ഇവിടെ 2 ഇഞ്ച് വേസ്റ്റ് ലൈൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഒരു പൈപ്പിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെൻഡും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെൻഡിലും ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമെല്ലാം നമ്മൾ മണ്ണ് മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഴയ പൈപ്പും ഒരു ബെൻഡും ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പൈപ്പ് എടുത്ത് സോക്കറ്റെല്ലാം സെറ്റാക്കിയതിന് ശേഷം ആ ഒരു ബെൻഡ് കൂടിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വീട്ടിൽ തന്നെയുള്ള ഒരു ഗേറ്റ് ലൈറ്റ് ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ആ ഒരു ഗേറ്റ് ലൈറ്റ്, ഈ ഒരു സൈഡിലെ ഗേറ്റ് ലൈറ്റ് അത് കറക്റ്റായിട്ട് ഉറപ്പിച്ചതിന് ശേഷം ആ ഇളകി കിടന്നത് നമ്മൾ മൊത്തത്തിലിങ്ങ് ഇളക്കിയെടുത്തതിന് ശേഷം അതിന് അധികം ഉണ്ടായിരുന്ന വയറും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ടേപ്പെല്ലാം അടിച്ച് റെഡിയാക്കി നമ്മൾ ആ ഒരു ഫില്ലറിലേക്ക് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സപ്ലൈ ഇട്ട് അത് ഓണാക്കി നോക്കുന്നുണ്ട്. ലൈറ്റ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള ഈ ഒരു ടാപ്പ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ടാപ്പ് ഇളക്കി മാറ്റിയിട്ട് പുതിയൊരു ടാപ്പ് അവിടേക്ക് പഴയ ടാപ്പ് ഇളക്കി മാറ്റിയതിന് ശേഷം മെയിൻ വാൽവ് തുറന്ന് ലൈൻ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് പുതിയ ടാപ്പ് ആ ഒരു പോയിന്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇവിടെയുള്ള ഒരു ബാത്റൂമിലെ ഹാൻഡ് ഷവർ പൂർണ്ണമായിട്ടും ഓഫ് ആവുന്നില്ലെന്നായിരുന്നു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ആംഗിൾ കോക്ക് പൂർണ്ണമായിട്ടും ഓഫ് ആവാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ സ്പിൻഡിൽ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് അത് മൊത്തത്തിൽ തന്നെ മാറ്റിക്കൊള്ളാനാണ്. അപ്പോൾ നമ്മൾ PVCയുടെ ഒരു ആംഗിൾ കോക്കാണ് ആ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തത്. അത് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് PVC സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ആ ഒരു കംപ്ലയിൻറ്റും ഇവിടെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തൊരു പ്രശ്നം, ഇവിടെ ഇപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 6 ആംപിയറിൻ്റെ സ്വിച്ചും സോക്കറ്റും ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ 16 ആംപിയറിൻ്റെ ഒരു സ്വിച്ചും സോക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ബോർഡിൽ വന്നേക്കുന്ന വയർ 2.5 ആണ്. അതുകൊണ്ട് വയറൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ആ ഒരു 16 ആംപിയറിൻ്റെ സ്വിച്ചും സോക്കറ്റും നമ്മൾ ആ ഒരു ബോർഡിലേക്ക് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും വർക്കിന് ഒരു 850 രൂപ സർവീസ് കോസ്റ്റ് കൂടുതലാണോ?